എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കറുപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആയിട്ടാണ്. പ്രായഭേദമില്ലാതെ കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് നരച്ച മുടിയല്ലേ. ഈ നര വെച്ചുകൊണ്ട് പുറത്ത് പോകാൻ തന്നെ മടിയായിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിച്ച് പെട്ടെന്ന് മുടി കറുപ്പിക്കുന്നു. പിന്നീട് കൂടുതൽ മുടി നരക്കാൻ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല അലർജി പ്രശ്നങ്ങൾ വേറെയും. എന്നാൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആകുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. നമ്മൾ സ്ഥിരമായി ഇത് മുടിയിൽ തേക്കുന്നത് കൊണ്ട് തന്നെ മുടിക്ക് സ്വാഭാവിക നിറവും കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഹെയർ ഡൈ ഉണ്ടാക്കാൻ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തിപ്പൂവാണ്. ഇതുപോലുള്ള 5 ഇതളോട് കൂടിയ ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ അടിവശത്തുള്ള ഈ പച്ചക്കളറുള്ള ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, ഇത് കളയാം. ഇനി ചെമ്പരത്തിപ്പൂവ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ചെമ്പരത്തിപ്പൂവ് കഴുകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ അടിവശത്തുള്ള പച്ച ഭാഗം കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിപ്പൂ മുഴുവനായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചെമ്പരത്തിപ്പൂവ് ഞാൻ മുഴുവനായിട്ടും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആദ്യം ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ചെമ്പരത്തിപ്പൂവ് കൊണ്ടൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 മില്ലി ഗ്ലാസ്സിന് അളവിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഏകദേശം ഒരു അര ഗ്ലാസ് ആകുന്ന വരെ നമുക്ക് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ചെമ്പരത്തിപ്പൂവിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലൊരു കളറിലേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളം നല്ല പോലെ തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസോളം ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ജ്യൂസ് ഒന്ന് അരിച്ചൊഴിക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ മുഴുവൻ സത്തും കിട്ടും. ഇനി വെള്ളം നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. അതിന് ശേഷമാണ് നമുക്ക് ഡൈ ഉണ്ടാക്കേണ്ടത്. ഈ വെള്ളം കൊണ്ട് ആഴ്ചയിൽ 1-2 തവണ തല കഴുകിയാൽ മുടിക്ക് വളരെ നല്ലതാണ്. മുടി നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരാനും വളരെ സഹായിക്കും. മാത്രമല്ല നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് കഴുകുന്ന ആ ഒരു കണ്ടീഷണറിൻ്റെ ആ ഒരു ഇത് നമുക്ക് കഴുകുന്ന സമയത്ത് കിട്ടുന്നതാണ്. ചെമ്പരത്തിപ്പൂവ് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ 1-2 തവണ തല കഴുകാം. ഈ വെള്ളം ഒന്ന് തണുത്ത് വരട്ടെ. ഹെയർ ഡൈ തയ്യാറാക്കാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. കുറച്ച് പനിക്കൂർക്കലി എടുത്തിട്ടുണ്ട്. പനിക്കൂർക്കലി എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഉണ്ടെങ്കിൽ അതെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പനിക്കൂർക്കല മുടിക്ക് വളരെ നല്ലതാണ്. അലർജി പ്രശ്നമുള്ളവർക്കൊക്കെ ഈ പനിക്കൂർക്കലോട് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഡൈയിൽ. അപ്പോൾ ചില ആൾക്കാർക്ക് ഡൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവും. തുമ്മൽ, ജലദോഷമൊക്കെ അതൊന്നും വരില്ല. പനിക്കൂർക്കലയുടെ കൂടെ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈലാഞ്ചിപ്പൊടി മുടിക്ക് വളരെ നല്ലതാണ്. മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു കളറ് കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ മൈലാഞ്ചിപ്പൊടി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ മുടി നരച്ചിട്ടുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഇതിൻ്റെയൊക്കെ അളവെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ചെറിയൊരു അളവിലേ ഉള്ളൂ. അപ്പോൾ ഞാനിത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്കപ്പൊടിയാണ്. അപ്പോൾ നെല്ലിക്കപ്പൊടിയും ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നെല്ലിക്കപ്പൊടിയും മുടിക്ക് വളരെ നല്ലതാണ്. മുടി നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും മുടി നല്ല രീതിയിൽ തന്നെ വളരാനൊക്കെ നെല്ലിക്ക സഹായിക്കും. നെല്ലിക്കപ്പൊടി ഇതാ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കുക. മാത്രമല്ല നമ്മൾ എടുക്കുന്നതിൻ്റെ ആ ഒരു ഡേറ്റും ഒക്കെ നമ്മൾ നോക്കണം. ഡേറ്റ് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ ആ റിസൾട്ട് ഒന്നും കിട്ടണമെന്നില്ല. ഇനി ഇത് മൂന്നും കൂടെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തി ജ്യൂസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെമ്പരത്തി ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സൈഡിലുള്ളതെല്ലാം ഒന്നും കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കാം.
കുറച്ച് തിക്കായിട്ടാണുള്ളത്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മുടെ മിക്സ് ചെയ്ത നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഡൈ തയ്യാറാക്കാം. ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അരച്ചു വെച്ച മിക്സിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുത്ത മിക്സി ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി ഉണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് കുറച്ചുകൂടി ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുഴുവനായിട്ടും കിട്ടും. ഇതിലെ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ മിക്സ് ഇപ്പം തന്നെ തലയിൽ തേച്ച് കൊടുക്കുന്നില്ല. 12 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുക. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഈ മിക്സ് വേണ്ടത്. അപ്പോൾ 12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് പരുവത്തിലാകും. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് 12 മണിക്കൂറിന് ശേഷം നോക്കാം. ഈ ചെമ്പരത്തി പൂവിൻ്റെ ജ്യൂസ് നമുക്ക് ഒരു കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തി പൂവിൻ്റെ ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡൈ തേച്ചിട്ട് തല കഴുകിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം കൊണ്ട് തല കഴുകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂവ് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ 1-2 തവണ നമുക്ക് തല കഴുകാം. അത്രയും നല്ലൊരു കണ്ടീഷണറായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഹെയർ ഡൈ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്തത് എത്രത്തോളം കറുപ്പ് വന്നിട്ടുണ്ട് നോക്കാം. ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ കറുത്ത് വന്നിട്ടുണ്ട്. ജലദോഷം, നീരിറക്കം ഒന്നും തന്നെ ഉണ്ടാകില്ല. ഈ ഡൈയിൽ വേണ്ടുവോളം പനിക്കൂർക്കില ചേർത്തിട്ടുണ്ട്. നമ്മളിത് തേക്കുന്ന സമയത്ത് ജ്യൂസ് ചേർക്കുമ്പോൾ കൂടിപ്പോകാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ മുടി തേക്കുമ്പോൾ മുഖത്തേക്കൊക്കെ ഒലിച്ചിറങ്ങും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തേക്കുന്ന സമയത്ത് ബ്രഷോ ഗ്ലൗസോ ഇട്ടിട്ട് വേണം മുടിയിൽ തേച്ച് പിടിപ്പിക്കാൻ. അല്ലെങ്കിൽ നഖത്തിലും കയ്യിലും കറിയാകും. അത് പിന്നെ കുറേ ദിവസം എടുക്കും അത് കറിയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂറെങ്കിലും മാക്സിമം കഴിഞ്ഞ ശേഷം കഴുകി കളയാവുന്നതാണ്. ഷാമ്പു ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ചെമ്പരത്തി പൂവിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചത് കൊണ്ട് നല്ലൊരു കണ്ടീഷണർ ഫീൽ കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെമ്പരത്തി പൂവ് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.